അവധി കൈമാവധി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. എല്ലാവരും ഞാനിത് ഇന്നെന്നാണ് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു മരുന്നടിക്കാനാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടി ചപ്പിനെല്ലാം ഒരു വെള്ളയോ വരുമോ എന്തെല്ലോ എലികളുണ്ട്, പ്രാണിയോ തലചുള്ളലോ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ എനിക്ക് മേടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഓരോ ദിവസം ഓരോന്ന് അടിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു വേപ്പെണ്ണ, ഇത് വേപ്പെണ്ണയാണ് ഉണ്ടല്ലേ. ഇതിപ്പോൾ 2 നേന്ത്രപ്പഴം, ഇതെന്തിനാ വെച്ചാൽ പൂക്കാൻ പോകുന്നുണ്ട്. പൂക്കുന്നതിന് ഇത് 2 നേന്ത്രപ്പഴം ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ്ടാ. ഇത് ഞരടിയിട്ട് ഇതും എടുക്കണം. ഇത് 3 ലിറ്റർ വെള്ളത്തിനാണ് ഇതെടുക്കുന്നത് ഉണ്ടല്ലേ. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിങ്ങനെ അധികം ഞരടിയാൽ കൊഴുത്തു പോകും, അതുകൊണ്ട് അരിച്ചിട്ട് വേണം അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അരിച്ച് വെക്കട്ടെ, ബാക്കി കലക്കി ഒഴിച്ച് കൊടുക്കാം. വീണില്ല, കൊഴുപ്പായാലും വീണ് പോവില്ല. ഇതിൻ്റെ മേലെ കൂടി അടിച്ചു കൊടുക്കണം. അതെന്ന് വെച്ചാൽ ഈ മരുന്നടിച്ചാൽ അവിടെ പിടിച്ചോളും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ പഴത്തിൻ്റെ ഇത് ഞാൻ അരിച്ചിട്ട് ഇതിനകത്തെടുത്തു. കണ്ടാ അതാ ആ പഴം. 2 പഴം എടുത്തിട്ട് 3 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഈ പഴത്തിൻ്റെ ഇതിനകത്ത് ഞണ്ടിട്ട് ഇത് എടുത്തു. ഇനി ബാക്കിയുള്ളത് നമുക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റും. അത് എന്തെല്ലാം വേറെ എന്തെല്ലാം മരുന്നെല്ലാം കൂട്ടിയിട്ട് ഇത് അരച്ച് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് ഞാനിപ്പോൾ എടുത്തു. എന്തിനാണെന്നറിയോ, കായ് പൂക്കാൻ തുടങ്ങി. അവിടെ നല്ലപോലെ പൂ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഴത്തിൻ്റെ പഴം എടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ തോലല്ല, തോലെല്ലാം കൂടി ഇത് തോലും ബാക്കിയുള്ള ഇതെല്ലാം കൂടി എടുത്തിട്ട് അരച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിലിപ്പോൾ 3 ലിറ്റർ വെള്ളത്തിനാണ് ഞാനിപ്പോൾ ഇവിടെ ആക്കിയിട്ടുള്ളത്. 3 ലിറ്റർ വെള്ളത്തിന് ഇത് 1 ലിറ്റർ വെള്ളം, 3 ലിറ്റർ വെള്ളം വേണം എനിക്കിവിടെ. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുക്കുന്നത്. എന്നുവെച്ചാൽ അപ്പുറം ഇപ്പുറമെല്ലാം കൂടെ അടിക്കേണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം വേണം. ഇത് കണ്ടില്ലേ, 3 ലിറ്റർ വെള്ളം വേണം. ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ എത്തുള്ളൂ. എന്താ 3 ലിറ്റർ വെള്ളമായി. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ അത്ര എടുക്കാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് ഒരു 3 ലിറ്റർ വെള്ളത്തിന് ഒരു 15 മില്ലി. ഇതിപ്പോൾ എത്ര വെച്ചാൽ ഒരു 20 മില്ലി എടുക്കാം. അത്ര മതി, കുറച്ച് മതി. അതല്ലേ, ഇതൊരു 20 മില്ലി ഉണ്ട്. ഇത് ഇതിലൊഴിക്കട്ടെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഒരു 30 മില്ലി ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്, വേപ്പെണ്ണ 3 ലിറ്ററിനാണേ. ഇത് 50 50ൻ്റെ ഇത് അളവ്. ഇപ്പോൾ 30 മില്ലി എടുത്തില്ല, 30 മില്ലി കണ്ടില്ലേ 30 മില്ലി ആയത് കണ്ടില്ലേ. ഞാൻ 20 മില്ലി മറ്റേത് കൊടുത്തു. ഇപ്പോൾ ഇതിൽ വെക്കട്ടെ, എന്നിട്ട് ഇത് അടിച്ചു കൊടുക്കട്ടെ. പഴത്തിൻ്റെതും എല്ലാം കൂടി ആക്കി ഒരു 500 വരെ പഴത്തിൻ്റെ വെള്ളമുണ്ട്. എല്ലാം കൂടി ഒരു 3.5 ലിറ്റർ ഉണ്ടാവും. ഇതെല്ലാം കൂടി വെള്ളവും എല്ലാം കൂടി ഒരു 3.5 ലിറ്റർ ഉണ്ടാവും കേട്ടോ. ഞാനത് ഇനിയിപ്പം നമുക്കിത് അടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് കണ്ട, ഇതാണിപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിനിപ്പോൾ അടിച്ചു കൊടുക്കട്ടെ, എല്ലാത്തിനും അടിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ മുളകിനും എല്ലാം ഒരു കുരുടിപ്പ് പോലെയോ എന്തെല്ലോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. മറ്റേ മഞ്ഞെല്ലാം വന്നത് പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ അടിച്ചു കൊടുത്താൽ പോരാ, 2 വട്ടം അടിച്ചു കൊടുക്കണം. ആ മുളകിന് ഇതിനടുത്ത് മഞ്ഞ വന്നിട്ട് അടിച്ചു കൊടുത്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ
കണ്ടില്ലേ? ഇപ്പം ഞാൻ ഇത് എല്ലാത്തിനും കുരുട് പിടിച്ചിനും എല്ലാം ഒരു ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മരുന്നടിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് ആദ്യം വന്നു കൊടുക്കും. പലതും രോഗങ്ങളും വരും, പ്രാണികൾ നിറയും. ഈ ചപ്പ് വേണ്ട, ചപ്പ് ഇങ്ങനെ ചുരുണ്ടിട്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. കണ്ട, അതാ പയറിന് വേണ്ട, ചപ്പ് വേണ്ട, ഇതിനാണ് പുഴു വന്നിട്ട് വേണ്ട. ഇതേപോലെയാണ് വരുന്നത്. ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കേ ഇനി ഇത് അടിച്ചു കൊടുക്കണം. കണ്ടില്ലേ? ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിലാണ് പുഴു വരുന്നത്. കണ്ടാ ഇത് നമ്മളെന്താ വേണ്ട വെച്ചാൽ ഇത് അതിൻ്റെ ഉള്ളിൽ ചെറിയ പുഴുണ്ട്. കണ്ടില്ലേ? ഇതാണ്. ഇതിനെ നമ്മൾ തിരുമ്പി പൊട്ടിച്ച് കളഞ്ഞേക്കുക. എന്നിട്ട് പറിച്ച് ആടിയിട്ട് ഇങ്ങനെ തിരുമ്പി കളഞ്ഞേക്കുക. എന്നിട്ടാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കേണ്ടത്. കണ്ടില്ലേ? അതിനിപ്പോൾ അതിനടിച്ചു കൊടുക്കട്ടെ. ഇതിനിപ്പോൾ ഈ വെണ്ടക്കും തക്കാളിക്കും കൂടി അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പം കണ്ടില്ലേ? കണ്ടാ? ഞാനിപ്പോൾ ഇതിനടിച്ചു കൊടുക്കട്ടെ. കണ്ടാ? ഇത് മുന്തിരി ഉണ്ട്. ഈ തക്കാളിയെല്ലാം ഇങ്ങനെ പൂക്കാൻ തുടങ്ങി. ഇനിയിപ്പം വേഗം പൂക്കും. അന്നേരം ഇത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്തിട്ടില്ലേണ്ടല്ലോ പല രോഗങ്ങളും ഇനിയാണ് വരിക. ഇത്ര വരെ അല്ല രോഗം വരിക. രോഗം വരുന്നത് പൂക്കാൻ തുടങ്ങുമ്പോഴാണ് തക്കാളിക്കെല്ലാം രോഗം വരിക. ഇപ്പോൾ ഉണങ്ങുന്നതിനും എല്ലാം അടിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം. ആ പ്രാണികൾ വന്ന് തിന്ന് നശിപ്പിച്ചാൽ തന്നെ പിന്നെ നമ്മൾ ഇനി രോഗം വരുവയ്യ. നശിപ്പിക്കുമ്പോഴാണ് ഇനി രോഗങ്ങൾ വരുന്നത്. അത് അടിയിൽ ഇതും വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കണം. എന്നാലും മാത്രമേ അടിയിൽ നിന്ന് മേലോട്ടും കൂടി അടിച്ചു കൊടുക്കണം. വെണ്ടയെല്ലാം വെണ്ട ഉണ്ടായി തുടങ്ങി. പക്ഷേങ്കിൽ അതിലൊരു തരം ഇതുപോലെ പ്രാണി ഇടില്ലേ? ഇതെല്ലാം ഇങ്ങനെ അകവും പോലെ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പുഴു വന്ന് പോയിട്ടുണ്ടെങ്കില്ല, പുഴു വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. ആ പുഴു വരുമ്പോൾ നമ്മളെല്ലാം അടിച്ച് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആവും. കണ്ടില്ലേ? പുഴു തിന്നിട്ടാണ് ഇത്. കണ്ട, എനിക്ക് ഇത്ര കൂടത്തിൻ്റെ ഉപദ്രവം കൂടിയുണ്ട്. ഇതിന് കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം കൂടി അടിച്ചു കൊടുക്കണം. എനിക്ക് ഇത്ര കൂടായി. ഇത് കണ്ട ആ വര, അത് വന്നു കഴിഞ്ഞാൽ അത് ഒട്ടാകെ നടക്കും. ഒരു പുഴുവാണ്, അല്ല ഒരു തരം ഒരു ജീവിയാണത്. ഇതിൻ്റെ ഉള്ളൂട്ടേ കൂടിയാണ് നിരങ്ങി പോവുക. അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിലോ കഞ്ഞിവെള്ളം, അതിൻ്റെ ചിത്രകൂടത്തിൻ്റെ കഞ്ഞിവെള്ളം മാത്രം മതി. കഞ്ഞിവെള്ളം അടിച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് ആവും. കണ്ടില്ലേ? കണ്ടാ എല്ലാം പൂക്കാനായി, എല്ലാം നല്ല ഏലിന് വരുന്നുണ്ട്. ഇനിയിപ്പം കണ്ടില്ലേ? തക്കാളിക്കും കൂടി അടിച്ചു കൊടുക്കട്ടെ. തൽക്കാലം ഇത് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇത് കണ്ടില്ലേ? ഇതാണ് തക്കാളിയിലങ്ങ് വേഗം പെട്ടെന്ന് ഇനിയിപ്പം വേഗം കായ്ക്കാനായി പിന്നെ പൂക്കാൻ തുടങ്ങി. അതിപ്പോൾ നമ്മൾ അതിനേരം ഇത് ലേശം ചെറുതല്ലിങ്ങനെ ഉരുണ്ട് വരാനുണ്ടത്രേ, നീർന്ന് വരാനുണ്ടത്രേ. അത് ഈ പുഴുവിൻ്റെ ആക്രമം കൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഇതായി പോവുക. അത് വരാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പുഴു, ഉറുമ്പ് ഇങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം ഇനി പലതും ഉണ്ടാവും. ഒച്ചുണ്ടാവും. ആ ഒച്ചിനും എല്ലാം നമ്മൾ വേണമെന്ന് പണി എടുത്തു കൊടുത്തിട്ടില്ലെങ്കിലല്ല ഒന്നും നമുക്ക് ബാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെല്ലാം നമുക്ക് ആക്കണം. കണ്ടില്ലേ? ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ബാക്കി ഞാൻ വയ്യ അടിക്കാം. തൽക്കാലം നിങ്ങൾക്ക് ഇത് കാണിക്കാൻ മാത്രം അടിച്ചിട്ടാ. ഇനി എല്ലാം അടിക്കാൻ നിന്നാൽ ഒരുപാട് സമയമായിപ്പോവും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും. ഹൈപ്പും കൂടി അടിച്ചിട്ട് നിങ്ങളാർക്ക് പോയിൻ്റ് കൂടി ഉണ്ടാക്കണം എന്ന് പറയുന്ന എല്ലാവരും പിന്നെ കമൻറ്റ് ഇടണം, ലൈക്കും ചെയ്യണം. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഗുണമുള്ളൂ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇന്ന് നാളെ വേറെ വീഡിയോ ആയിട്ട്, നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. നന്ദി.